അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാംസ്കാരിക കേരളം, വിദ്യാഭ്യാസ കേരളം മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന കേരളത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മന്ത്രവാദങ്ങളും ദുർവൃത്തികളും ഇന്ന് കൃത്യമായിട്ട് നമ്മെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഏപ്രിൽ 14 പുലർച്ചെ കൃത്യം 1.5 വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ വ്യവസായിയായ അബ്ദുൽ ഗഫൂർ ഹാജിയെ സ്വന്തം വീട്ടിൽ മരിച്ചതായി പുലർച്ചെ കാണാനിടയായി. ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരുമൊക്കെ സ്വാഭാവിക മരണം എന്ന് തന്നെയായിരുന്നു അന്ന് കരുതിയിരുന്നത്. അങ്ങനെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മകൻ ബേക്കൽ പോലീസിൽ വിവരമറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ലോക്കൽ പോലീസും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ സംയുക്തമായി അന്വേഷിച്ചുവെങ്കിലും കാര്യമായ കേസിൽ തുമ്പുകളൊന്നും ലഭിച്ചില്ല. അങ്ങനെ ജില്ലാ മേധാവി DYSP KG ജോണിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് അന്വേഷണങ്ങൾ വരികയും ഖബറുമാന്തി ജഡം പുറത്തെടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തലക്കേറ്റ ക്ഷതം കൊണ്ടായിരുന്നുവെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഹാജിയുടെ മരണത്തിന് ചില മന്ത്രവാദികളുടെ കൈകളുണ്ട് എന്ന് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ വ്യവസായിയാവുന്ന അബ്ദുൽ ഗഫൂർ ഹാജി 12 ബന്ധുക്കളിൽ നിന്ന് 596 പവൻ സ്വർണം വാങ്ങിക്കുകയും അത് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദത്തിൽ ഈ മന്ത്രവാദികളുമായി ഇടപെട്ടിരുന്നു അത്രേ. 596 പവൻ അഥവാ ഇന്നത്തെ വിലയിൽ 3.5 കോടിയോളം രൂപ വരുന്ന ഇത്രയും വലിയ ഭീമമായ ഈ സ്വർണം അവർ കൈക്കലാക്കാൻ വേണ്ടി അദ്ദേഹത്തെ തലക്കടിച്ചു കൊന്നു എന്നുള്ളതാണ് വ്യക്തമായി പോലീസിൻ്റെ മുന്നിൽ സ്ഥിരീകരിക്കപ്പെട്ടത്. മന്ത്രവാദികളായി നാട് മുഴുവനും ചുറ്റുകയും വീട് വീടാന്തരം VIP-കളെ കവരാനും VIP-കളെ ചേർത്ത് പിടിച്ച് മന്ത്രവാദികളായി നാട് മുഴുവനും ചുറ്റാനും അതുപോലെ VIP വീടുകളിൽ കയറിയിറങ്ങി പ്രത്യേകമായ സ്വാധീനവും വാക്ചാതുര്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ വലക്കലാക്കിയ 4 സംഘമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഉവൈസും അവൻ്റെ ഭാര്യ ജിന്നി ബീവിയും അതുപോലെ 2 സ്ത്രീകളും അടങ്ങുന്ന 4 പേരടങ്ങുന്ന സംഘമാണ് ഈ മന്ത്രവാദ സംഘത്തിൻ്റെ പിന്നിലും ഈ അബ്ദുൽ ഗഫൂർ ഹാജിയെ തലക്കടിച്ചു കൊന്ന് സ്വർണം കൈക്കലാക്കിയതിൻ്റെ പിന്നിലുള്ള എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിലൂടെ നമുക്ക് കിട്ടിയത്. ഉവൈസ് കേസിലെ 1-ാം പ്രതിയും അവൻ്റെ ഭാര്യ ജിന്നി ബീവി 2-ാം പ്രതിയും അതുപോലെ ബാക്കിയുള്ളവർ തുടർന്നുള്ള പ്രതികളുമായിട്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. സ്വർണം കൈക്കലാക്കിയ ഉവൈസും തൻ്റെ ഭാര്യയും സംഘവും മറ്റുള്ള സ്വർണവും കൂടി കൈക്കലാക്കാനും കേസിന് യാതൊരു തുമ്പും ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഭിചാര കർമ്മത്തിന് തൻ്റെ വീട്ടിലെത്തുകയാണ്. തൻ്റെ വീട്ടിലെത്തി പലതും പറഞ്ഞ് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ച് അങ്ങനെ വെള്ള വസ്ത്രം കൊണ്ട് മൂടി അദ്ദേഹത്തിൻ്റെ തലയും മുഖവും മൂടിയതിൻ്റെ ശേഷം ഈ സംഘം കയ്യിലുണ്ടായിരുന്ന പലതുകൊണ്ടും അടിച്ചും അതുപോലെ ഭിത്തിയിൽ തലയടിച്ചും അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഹാജിയുടെ മരണത്തിന് മുമ്പ് തന്നെ 10 ലക്ഷം രൂപയും ധാരാളം സ്വർണവും ഈ സംഘം കൈക്കലാക്കിയിട്ടുണ്ട് എന്ന് പോലീസിന് ലഭിച്ച ഏതാനും വാട്സപ്പ് മെസ്സേജുകളിലൂടെ പോലീസ് മേധാവികൾ വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും സമീപിച്ച് അവരിൽ പലതും വർത്തമാനങ്ങൾ പറഞ്ഞു സ്വാധീനിച്ചതിൻ്റെ ശേഷം ജിന്നുമ്മയുടെ പ്രത്യേകമായ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്. കാസർഗോഡ് പൂച്ചക്കാടും പരിസരത്തുമായി 100 കണക്കിന് ആളുകൾ ഇവരുടെ ഇരകളാണ് എന്ന് ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നുണ്ട്. 2013 തന്നെ പല ആളുകളിൽ നിന്നും ഇവർ സ്വർണം വാങ്ങുകയും ഇരട്ടിച്ച് തിരികെ കൊടുക്കാമെന്നുള്ള വാഗ്ദത്തിൽ വാങ്ങി പല ആഭിചാര വിദ്യകളും നടത്തുകയും ഉള്ള സ്വർണവും കൂടി പോയതിൻ്റെ കഥകളാണ് ഇവർക്കേവർക്കും പറയാനുള്ളത്. പക്ഷേ അവരുടെ അന്തസ്സും പ്രൗഢിയും സമൂഹത്തിലുള്ള അവരുടെ വിലയും ഉള്ളതുകൂടി പോകരുത് എന്ന് മനസ്സിലാക്കി ആരും ഈ കഥകൾ പുറത്ത് പറഞ്ഞിട്ടില്ല അത്ര. ഇത്തരം അന്ധവിശ്വാസത്തിലും
ജാള്യതയിലും നാണക്കേടിലും അകപ്പെട്ട ഈ VIP-കൾ ഇത് പുറത്ത് പറയില്ല എന്നുള്ള ഒരു വിശ്വാസവും ആത്മവിശ്വാസവും ഇത്തരം മന്ത്രവാദികൾക്ക് കൂടുതൽ ഇതിന് കരുത്തേകുകയും, കാരണം അങ്ങനെ ഇവരെ ഇതിലേക്ക് കൂടുതൽ ഈ വിഷയത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നാം പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും മന്ത്രവാദങ്ങളെയും കൊടുക്രൂരതകളെയും അവസാനിപ്പിക്കാൻ പൊതുജനങ്ങളും അതുപോലെ അധികാരികളും രംഗത്തിറങ്ങുക തന്നെ വേണം. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും കൊടും ക്രൂരതകളും മന്ത്രവാദങ്ങളും അരങ്ങ് വാഴുന്ന സമയത്ത് ഇതിനെതിരെ കൃത്യമായ അവബോധം പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ, ജാഗ്രതയുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഇസ്ലാമിൻ്റെ പേരും അതിൻ്റെ വേഷവും സ്വീകരിച്ചിട്ടുള്ള ഉവൈസിയോടും സംഘത്തോടും നമുക്ക് അങ്ങേയറ്റത്തെ അടങ്ങാത്ത പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായ ശിക്ഷ നൽകി ഇവരെ ശിക്ഷിച്ചേ പറ്റൂ. ഇനിയെങ്കിലും ഇസ്ലാമിൻ്റെ പേരും അതിൻ്റെ വേഷങ്ങളും ഉപയോഗിക്കാൻ അവർക്ക് കൈപ്പൊങ്ങരുത്. തീർച്ചയായിട്ടും ലോകം ഇവർക്ക് മാപ്പ് നൽകുകയില്ല. ജഗനിയന്താവായ ദൈവം പോലും മാപ്പ് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്.